ഗൈസ് ഇപ്പൊ ഈ ഒരു വീട്ടിൽ ഈ ചെന്നെങ്കിൽ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് ലേസിൽ മാവിൽ നമുക്ക് കിടിലൊരു സാധനം ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ് അപ്പൊ സാധനം കണ്ടിട്ടാണുള്ളല്ലേ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ കണക്കുന്ന വെറൈറ്റി സാധനം ഉണ്ടാക്കി നമ്മളെ ഉള്ളിയും ലേസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ലേസ് നമുക്ക് ഒരു കിണ്ണിക്കകത്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ലേസ് നമ്മൾ പൊടിച്ച് ഈ ഒരു കിണ്ണിക്കകത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ലേസ് നമ്മൾ പൊടിച്ച് തീട്ടിട്ടുണ്ട്. 2 ലേസ് പൊടിച്ചാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഉള്ളിയുടെ തൊലി നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിയുടെ തൊലി നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഗൈസ് ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലേ, ഒരു ലൈക്ക് എത്ര മതി. അപ്പോൾ ലൈക്ക് ഇട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് മറക്കല്ലേ. അപ്പോൾ ഇനി കട്ട് ചെയ്ത വട്ടങ്ങൾ നമുക്ക് ഈ മാവി മുക്കിയ ശേഷം നമ്മളെ ലേസിലും കൂടെ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വട്ടത്തിൽ കട്ട് ചെയ്ത ഉള്ളികൾ നമുക്ക് ഈ മാവിൽ മുക്കിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ലേസിലും കൂടെ മുക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സാധനം നമ്മൾ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടെ മുക്കിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത ലേസിൽ നമ്മൾ മാവിലും ലേസിലും മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ സാധനം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കരിഞ്ഞു പോയൊന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഗൈസ് ഇപ്പൊ സാധനം വിചാരിച്ചണക്കല്ല, അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളെ ഉള്ളിവടയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെ, എന്നാലും ഇച്ചിരി കൂടി ക്രിസ്പിനെസ് ഉണ്ട്. നമ്മളെ ലേസിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല. സാധനം കൊള്ളാം.